യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. പ്രൈസ് ദ ലോർഡ്. ഷേമ ഇസ്രായേലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മനുഷ്യരോടൊപ്പം വസിക്കാൻ ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ പേര് ഇമ്മാനുവൽ എന്നായിരുന്നു. ദൈവം നമ്മോടുകൂടെ, നമ്മോടൊപ്പം ജീവിക്കാൻ നമ്മിലൊരാളായി ഇറങ്ങി വന്ന സ്നേഹം നിറഞ്ഞ ദൈവം ഇന്നും നമ്മോടൊപ്പം ജീവിക്കാനായി തിരുവോസ്തിയോളം ചെറുതാകുന്ന ദൈവം. നമ്മുടെ ഉള്ളിൽ ഇന്നും ആ ദൈവം വസിക്കുന്നുണ്ട്. ഓരോ നിമിഷവും നമ്മുടെ ഉള്ളിലിരുന്ന് ദൈവം നമ്മോട് പറയുന്നുണ്ട്, മകനെ മകളെ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നാം ഇത് തിരിച്ചറിയുന്നുണ്ടോ എന്നതാ ചോദ്യം. നമ്മോടൊപ്പമായിരിക്കുന്ന ദൈവം നമുക്ക് നൽകുന്ന വിലയെക്കുറിച്ച്, ദൈവത്തോടൊപ്പം നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് കൈവരുന്ന മനോഹാരിതയെക്കുറിച്ച് ഇന്നത്തെ ഷേമ ഇസ്രായേൽ നമുക്ക് പറഞ്ഞു തരുന്നതും ഇത് തന്നെയാണ്. ദൈവത്തോടൊപ്പം നമ്മുടെ ജീവിതത്തെ ചേർത്ത് വയ്ക്കുമ്പോൾ ജീവിതം എത്രത്തോളം സുന്ദരമാകുന്നുവെന്ന്. ഇന്ന് നമ്മോട് വചനം പങ്കുവയ്ക്കുന്നത് കാരിസ് പോയിന്റ് ഡയറക്ടർ ഫാദർ കുര്യൻ കാരിക്കലാണ്. നമ്മുടെ ജീവിതത്തെ ദൈവവചനത്തോടും ദൈവസ്നേഹത്തോടും ചേർത്ത് വെച്ച് മുൻപോട്ട് നീങ്ങുമ്പോൾ ജീവിതം എത്രത്തോളം അനുഗ്രഹപ്രദമാകുന്നുവെന്ന് ഒരു സാക്ഷ്യം കേട്ടുകൊണ്ട് വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് ജ്യോതി. ഞാൻ വൈക്കത്തുനിന്ന് വരുന്നു. ഞാൻ സാക്ഷി പറയുന്നത് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ്. 4 വർഷമായി ഹസ്ബൻഡ് അബുദാബിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. സ്വന്തമായിട്ടൊരു ബിസിനസ് നടത്തുമായിരുന്നു. നഷ്ടം വരികയും പാർട്ട്ണർ കേസ് കൊടുക്കുകയും ചെയ്തു. 4 വർഷമായി നാട്ടിൽ വരാൻ സാധിക്കാതെ കിടക്കുമായിരുന്നു. ജയിലിലൊന്നും അല്ലായിരുന്നു. അവിടെ ജോലിയൊക്കെ ചെയ്യാമെങ്കിലും ട്രാവൽ ബാൻ ഉള്ളതുകൊണ്ട് നാട്ടിൽ കയറി വരാൻ പറ്റില്ല. അതെല്ലാം ക്ലിയർ ആകും. ഞാനിവിടെ അനീഷത്തിനെ വന്ന് കാണുകയും വിജിലൻസിനെ വന്ന് കാണുകയൊക്കെ ചെയ്തു. പ്രാർത്ഥനയുടെ ഫലമായി നാട്ടിലെത്തി. ഇപ്പോൾ 2 മാസമായി നാട്ടിലുണ്ട്. നാട്ടിൽ ജോലിക്ക് പോയി തുടങ്ങി. എല്ലാ അനുഗ്രഹത്തിനും ദൈവത്തിന് കൊടാനുകൂടി നന്ദി പറയും. പ്രിയപ്പെട്ടവരെ, ഷേമ ഇസ്രായേൽ പ്രോഗ്രാമിൻ്റെ വചന വിരുന്നിലേക്ക് നിങ്ങൾക്കേവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് ചിന്തിക്കുന്നത് ഒരു വചനഭാഗമാണ്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 23-ാമത്തെ വചനം. യേശുവിൻ്റെ ജനനത്തിന് മുന്നോടിയായിട്ട് ദൂതനിലൂടെ ദൈവം വെളിപ്പെടുത്തിയ ഒരു കാര്യം, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്നവൻ വിളിക്കപ്പെടും. ദൈവം നമ്മോടുകൂടെ. നമുക്ക് കാണാൻ സാധിക്കും, വിശുദ്ധ ബലി ഏത് റീത്തിൽ അർപ്പിച്ചാലും കൂടെ കൂടെ നമ്മൾ പറയാറുള്ള, ഓർമ്മിക്കാറുള്ള ഒരു കാര്യമാണ് ദൈവം നമ്മോട് കൂടെ. നമുക്കറിയാം, വിശുദ്ധ കുർബാനയിൽ വൈദികൻ കർത്താവ് നിങ്ങളോടുകൂടെ എന്ന് പറയുമ്പോൾ ജനം അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ എന്ന് പറയുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ദൈവം നമ്മോടുകൂടെ. ഒരു ക്രിസ്ത്യാനി ദൈവത്തിൻ്റെ ഒരു മകൻ, മകള്
ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ട് കാണേണ്ടത് എന്താണെന്ന് കൊളോസസ് 1-ാം അധ്യായം 27-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കൊളോസസ് 1:27 നമ്മൾ കാണുന്നത് ഒരു മഹാരഹസ്യത്തെക്കുറിച്ചാണ്. ആ രഹസ്യം ഇതാണ്: യേശു ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു, ദൈവം നിങ്ങളോട് കൂടെ. യേശു ക്രിസ്തു ഏതൊരു ദൈവമകനിലും മകളിലും വസിക്കുന്നു എന്നതാണ് അവരുടെ ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ട് നമ്മൾ കാണേണ്ടത്. ഒരുപക്ഷേ പല രീതിയിൽ പറഞ്ഞാൽ സ്വയമേ വില കണ്ടെത്താൻ പറ്റാത്തവർ, സന്തോഷം കണ്ടെത്താൻ പറ്റാത്തവർ, അംഗീകാരം അനുഭവിക്കാത്തവർ, തിരസ്കരണം അനുഭവിക്കുന്നവർ, അങ്ങനെ പല അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെ ഒരുപക്ഷെ നമ്മൾ കണ്ടുമുട്ടിയെന്ന് വരും. ദൈവം നമ്മോട് കൂടെ എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാൽ, ദൈവം കൂടെയുള്ളവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന 6 കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഒന്നാമത്തെ കാര്യം, ദൈവം കൂടെയുള്ളവർക്ക് വലിയ വിലയുണ്ട് എന്നുള്ളത് അവർക്ക് തിരിച്ചറിയാൻ പറ്റും. നമുക്ക് വലിയ വിലയൊന്നുമില്ല, നമുക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല, നമ്മളെ ആരും വേണ്ടതുപോലെ പരിഗണിക്കുന്നില്ല, അതിൻ്റേതായൊരു ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, കൊളോസസ് 1-ാം അധ്യായം 27-ാമത്തെ വചനം ധ്യാനിച്ചാൽ ആ പ്രശ്നം തീരും. കാരണം അവിടെ പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം, ദൈവം നമ്മുടെ ഉള്ളിൽ വാസം ചെയ്യുന്നു എന്നുള്ളതാണ്. 1 കൊറിന്തോസ് 6-ാം അധ്യായം 20-ാമത്തെ വചനമെടുത്താൽ അവിടെ പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം ഇതാണ്: നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. വിലയ്ക്ക് വാങ്ങപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ ആരോ നമുക്കായി വലിയൊരു വില കൊടുത്തു. നമ്മൾ ഓരോരുത്തരുടെയും വില എന്താണെന്ന് അറിയണമെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വില, ജീവൻ്റെ വില, അതെന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. അതാണ് നമ്മുടെ വിലയെന്ന്. മാത്രമല്ല, നമ്മൾ കാണുന്നുണ്ട് സങ്കീർത്തനം 8-5-ാമത്തെ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ, മാലാഖമാർക്ക് തൊട്ട് താഴെയായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതുപോലെ വിലയുള്ളവരാണ് ദൈവത്തിൻ്റെ മക്കളെന്ന്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, ദൈവം കൂടെയുള്ളവരാണ് ദൈവമക്കളെന്ന് തിരിച്ചറിഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് സൗന്ദര്യവും സൗരഭ്യവുമുള്ളവരാണെന്ന് തിരിച്ചറിയാൻ പറ്റും. നമുക്കറിയാം സങ്കീർത്തനം 34-5-ാമത്തെ വചനം, അവനെ നോക്കിയവർ പ്രകാശിതരായി. അങ്ങനെയെങ്കിൽ അവനുള്ളിലുള്ളവർ, അവൻ കൂടെയുള്ളവരുടെ അവസ്ഥയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ സൗന്ദര്യം എത്ര വലുതായിരിക്കുമെന്ന്. വീണ്ടും കൊളോസസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്: നമ്മുടെ ജീവനായ ക്രിസ്തു. ദൈവം നമുക്ക് നൽകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ജീവൻ. ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമ്മിൽ ജീവൻ തുടിക്കുന്ന ആ ഒരവസ്ഥയിലേക്ക് നമുക്ക് കടന്നു വരാൻ പറ്റും. മാത്രമല്ല, 2 കൊറിന്തോസ് 2-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്: ദൈവത്തിന് നമ്മൾ ക്രിസ്തുവിൻ്റെ പരിമളമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവം കൂടെയുള്ളവരാണ് ദൈവമക്കളെന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിലേറെ സൗന്ദര്യമുണ്ടാകും, നമുക്ക് ആവശ്യത്തിലേറെ സൗരഭ്യമുണ്ടാകും. ബാഹ്യമായ നമ്മുടെ സൗന്ദര്യത്തെക്കാൾ നമുക്ക് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ദൈവം നമ്മുടെ കൂടെ ഉള്ളതിനാൽ നമുക്ക് ലഭിക്കുന്ന ആ ഒരു സൗന്ദര്യം, നമുക്ക് ലഭിക്കുന്ന ആ ഒരു പരിമളം, സൗരഭ്യം എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരു കാര്യമാണ്, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സുരക്ഷിതത്വം ഉണ്ടായിരിക്കും. നമുക്ക് കാണാൻ സാധിക്കും സങ്കീർത്തനം 27 1-ാമത്തെ വചനമെടുത്താൽ, കർത്താവ് നമുക്ക് പരിചയമാണ്, കർത്താവ് നമുക്ക്
കോട്ടയാണ്. കർത്താവ് നമുക്ക് സംരക്ഷണം നൽകുന്നു. അപ്പം അതുകൊണ്ട് ദൈവിക സംരക്ഷണം നമ്മുടെ കൂടെ വരികയാണ്. ദൈവത്തിൻ്റെ കൂടെ നമ്മൾ നിൽക്കുമ്പോൾ ദൈവം കൂടെ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ആ ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ ഉയർത്തപ്പെട്ട് കഴിയുമ്പോൾ മറ്റ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ നല്ലതാണ്. ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു ദാരിദ്ര്യമാണ് സ്നേഹത്തിൻ്റെ ദാരിദ്ര്യം. നമുക്കറിയാം 1 യോഹന്നാൻ 4-ാം അധ്യായം 8-ാമത്തെ വചനം പറയുന്നത് ദൈവം സ്നേഹമാണ്. അങ്ങനെയെങ്കിൽ ആ ദൈവം നമ്മുടെ ഉള്ളിൽ വാസം ചെയ്യുമ്പോൾ സ്നേഹത്തിന് എന്തെങ്കിലും കുറവ് നമുക്ക് വരുമോ? സ്നേഹം കിട്ടാത്തതിൻ്റെ, സ്നേഹിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടും നമ്മുടെ ജീവിതത്തിൽ വരില്ല. യഥാർത്ഥത്തിൽ ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞാൽ. അവസാനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ധൈര്യശാലികളായിരിക്കും. ഇന്ന് ധാരാളം പേര് ഭീരുക്കളായി കഴിയുന്നവരെ കാണാൻ പറ്റും. മനുഷ്യരെ പേടിക്കുന്നവർ, ജന്തുക്കളെ പേടിക്കുന്നവർ, ഇരുട്ടിനെ ഭയപ്പെടുന്നവർ. എന്നാൽ സങ്കീർത്തനം 118 6-ാമത്തെ വചനം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, കർത്താവ് എൻ്റെ വലതുവശത്തുണ്ട്, കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്, അതുകൊണ്ട് ഞാൻ ആരെ ഭയപ്പെടണം? മനുഷ്യർക്ക് എന്നോട് എന്തു ചെയ്യാൻ സാധിക്കും? കർത്താവ് കൂടെയുണ്ടെന്നുള്ള തിരിച്ചറിവുണ്ടായതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവർ സങ്കീർത്തകന് ഇക്കാര്യം പറയാൻ സാധിച്ചത്. ഞാൻ ആരെയും ഭയപ്പെടേണ്ടതില്ല, കാരണം സർവശക്തനായ ദൈവം എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ആ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് കാണാൻ സാധിക്കും 2 ടൈപ്പ് ആളുകളെ. കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് പ്രാധാന്യം അർഹിക്കുന്ന, കർത്താവിനെ ഏറ്റവും വലിയ സമ്പത്തായി കാണുന്ന വ്യക്തികളെ കാണാൻ പറ്റും. അവർ ദൈവത്തെ മറന്ന് ഒരിക്കലും സമ്പത്തുണ്ടാക്കാൻ പോകില്ല. 2 കാറ്റഗറിയിൽപ്പെട്ട, 2 ഗണത്തിൽപ്പെട്ട വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഗണത്തിൽപ്പെട്ടവർ ദൈവത്തെ മറന്നും സമ്പത്തിന് വേണ്ടി നിലകൊള്ളും. നിങ്ങൾ ഒരു കാര്യം അത് ഗൂഗിൾ ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. 1923 അമേരിക്കയിൽ 8 ധനികർ ഒരുമിച്ച് കൂടി അവരൊരു മീറ്റിംഗ് കൂടി. അവരുടെ സമ്പത്ത്, ഈ 8 പേരുടെ സമ്പത്ത് അമേരിക്കൻ ട്രഷറിയുടെ സമ്പത്തിനേക്കാൾ കൂടുതലായിരുന്നു. ഇനി ആ മീറ്റിങ്ങിൽപ്പെട്ട വ്യക്തികളാണ് ചാൾസ് ഷാബ്, ഒരു സ്റ്റീൽ കമ്പനി ഉടമ. അതുപോലെ തന്നെ ഹോവർഡ് ഹബ്സൺ, ഗ്യാസ് കമ്പനി ഉടമ. ആർത്തർ കട്ടൻ, അദ്ദേഹം ഒരു വലിയ ബിസിനസ്സുകാരനായിരുന്നു. ഇതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും റിച്ചാർഡ് വൈറ്റ്നി, ആൽബർട്ട് ഫോൾ, ജെസ്സി ലിവർമോർ, ഐവൺ ക്രൂഗർ, ലിയോൺ ഫ്രസർ. ഈ 8 പേർക്ക് സമ്പത്തായിരുന്നു അവരുടെ ദൈവം. ഇവരെല്ലാവരും മരിച്ചത് പാപ്പരായിട്ടാണ്, വെറും 25 വർഷത്തിനകം. അതിൽ അവസാനത്തെ 3 പേര് ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ മറന്ന് സമ്പത്തുണ്ടാക്കിയിട്ട് അതിൻ്റെ അവസാനം എന്തായിരുന്നു എന്ന് ഈ വ്യക്തികളുടെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറുവശത്ത് നമ്മൾ കാണുകയാണ് ഫ്രാൻസിസ് ഓഫ് അസീസി. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ധനികനായിരുന്നു, പക്ഷേ സകല സമ്പത്തും വിട്ടിട്ട് കർത്താവിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു വ്യക്തിയാണ്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ ബാസിൽ. സാമ്പത്തികമായിട്ട് നല്ല ശേഷിയുള്ള ഒരു കുടുംബം, സമ്പത്തിൻ്റെ തികവിൽ ജീവിക്കാമായിരുന്ന ഒരു വ്യക്തി. അദ്ദേഹം വീട്ടിൽ നിന്നിറങ്ങി കാട്ടിലേക്ക് ഓടി. കാരണം പറഞ്ഞത്, ഈ സമ്പത്തിൽപ്പെട്ട് അതിലെൻ്റെ ശ്രദ്ധ പെട്ട് ഞാൻ ആത്മീയ തലത്തിൽ ഒരു പരിതാപകരമായ അവസ്ഥയിലേക്ക് പോകാതിരിക്കേണ്ടതിനാണ് ലൗകികതയെ പേടിച്ചിട്ട് ആത്മീയ സമ്പത്തിന് വേണ്ടി വീട്ടിൽ നിന്നും കാട്ടിലേക്ക് ഓടിയ വ്യക്തി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വലിയ സമ്പത്തുണ്ടായിരുന്നിട്ടും അതെല്ലാം വേണ്ടാന്ന് വെച്ച് ദൈവത്തെ സമ്പത്തായി കണക്കാക്കിയ നിരവധി ആളുകളെക്കുറിച്ച്
ബൈബിളിൽ പോലും നമുക്ക് കാണാൻ സാധിക്കും. 2 കൊറിന്തോസ് 8-ാം അധ്യായത്തിൽ 9-ാമത്തെ വചനം, ഇങ്ങനെയുള്ളവർക്ക് യേശുക്രിസ്തു തന്നെ ഒരു മോഡലായിട്ട് മാതൃകയായിട്ട് മാറുന്നത് കാണാൻ സാധിക്കും. അവൻ സമ്പന്നനായിരുന്നിട്ടും നമ്മെ പ്രതി ദരിദ്രനായി മാറി അവൻ്റെ ദാരിദ്ര്യത്തിലൂടെ നമ്മെ സമ്പന്നരാക്കാൻ എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളൊരു 4 പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെ പെട്ടെന്നൊന്ന് ധ്യാനിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, കർത്താവ് നമ്മുടെ കൂടെ വന്നാൽ എങ്ങനെയിരിക്കും നമ്മുടെ ജീവിതം? പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 15-16 വചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് മോശയുടെ ഒരു പ്രാർത്ഥന. കർത്താവേ, നീ ഇവിടെ നിന്ന് ഞങ്ങളെ പറഞ്ഞു വിടുന്നെങ്കിൽ ഒരു കാര്യം, നീ ഞങ്ങളോടൊപ്പം വരണം, നീ ഞങ്ങളോടൊപ്പം വരണം. അതായിരുന്നു മോശ വെച്ച ഒരു വ്യവസ്ഥ. മോശയ്ക്കറിയാമായിരുന്നു ദൈവം കൂടെയുണ്ടെങ്കിൽ ഒന്നിനും ഒരു കുറവ് വരികയില്ല എന്ന്. ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും, കർത്താവ് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് വൻ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ച നിരവധി വ്യക്തികളെക്കുറിച്ച് ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും, ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിൽ അബ്രാഹവും ലോത്തും അവർ 2 പേരും 2 സ്ഥലങ്ങളിലേക്ക് പിരിയുന്നു. ലോത്ത് ബുദ്ധി ഉപയോഗിച്ച് നല്ല ജലസംഭരണിയുള്ള അതുപോലെ തന്നെ ഫലപുഷ്ടമായ മണ്ണുള്ള സ്ഥലം തിരഞ്ഞെടുത്തു. അബ്രാഹമോ വിശ്വാസം ഉപയോഗിച്ച് ദൈവത്തെ തിരഞ്ഞെടുത്തു. അവിടെ നമ്മൾ കാണുകയാണ്, ദൈവം അബ്രാഹത്തിന് കൂടെ ഉണ്ടായിരുന്നു. അബ്രാഹത്തോട് ദൈവം ആവശ്യപ്പെട്ട ഒരു കാര്യം, നീ തല ഉയർത്തി കിഴക്കോട്ടും പടിഞ്ഞാട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക. നിനക്ക് കാണാവുന്ന ഈ ദേശമെല്ലാം നിനക്കും നിൻ്റെ സന്തതികൾക്കും ഉള്ളതായിരിക്കും. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൽ ഇസഹാക്കിൻ്റെ കൂടെ ദൈവമുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ്റെ എല്ലാ കാര്യങ്ങളിലും ദൈവം അവന് വിജയം നൽകുന്നത് നമുക്ക് കാണാൻ പറ്റും. 35-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം എടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, യാക്കോബിൻ്റെ കൂടെ ദൈവമുണ്ടായിരുന്നു. കൂടെ നിന്ന് തൻ്റെ കഷ്ടതയിൽ പോലും തന്നെ സഹായിച്ച ദൈവത്തിന് ബലിപീഠമുണ്ടാക്കുന്നതും ബലി അർപ്പിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും 35-ാം അധ്യായത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ. ഉൽപ്പത്തി 39 എടുത്താൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ജോസഫിൻ്റെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ ചെയ്ത സകല കാര്യങ്ങളെയും ദൈവം അനുഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 9 വരെ വായിച്ചാൽ മോശയുടെ കൂടെ നിന്ന ദൈവം അതുപോലെ ജോഷുവയുടെ കൂടെ നിന്ന് അവനെ എല്ലാവിധത്തിലും വിജയിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ കൂടെ വരുന്നെങ്കിൽ, നമ്മൾ കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന വലിയ നേട്ടങ്ങളെക്കുറിച്ചാണ് ഈ വചനഭാഗങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്, കർത്താവ് നമ്മെ കൈവിട്ടാൽ എന്ത് സംഭവിക്കും? 2 അധ്യായങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ സാധിക്കും. ഒന്ന്, ജോഷുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ ആയി പട്ടണത്തിനെതിരെ പോയപ്പോൾ ഇസ്രായേൽക്കാർ പാപം ചെയ്തത് മൂലം കർത്താവ് അവരെ കൈവിട്ടു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? നാണം കെട്ടൊരു പരാജയം ആയി പട്ടണത്തിനെതിരെ ഈ ഇസ്രായേൽക്കാർക്ക് ഏറ്റെടുക്കേണ്ടി വന്നു. 2 ദിനവൃത്താന്തം 24-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇസ്രായേൽക്കാർക്ക് വലിയൊരു പരാജയം സംഭവിച്ചത്, സിറിയക്കാർ എണ്ണത്തിൽ വളരെ കുറവായിരുന്നെങ്കിലും ആ ഇസ്രായേൽക്കാരുടെ പാപം മൂലം ദൈവം അവരെ കൈവിട്ടതായിട്ടും തന്മൂലം അവരെ പരാജയപ്പെട്ടതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെ കൈവിട്ടാൽ നമുക്ക് പിന്നെ ശക്തി ഉണ്ടാകില്ല, നമ്മുടെ ജീവിതത്തിൽ വിജയമുണ്ടാകില്ല. അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, കർത്താവ് നമ്മെ ശത്രുകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ശത്രുക്കൾ വിജയിക്കും. കർത്താവ് നമ്മുടെ ശത്രുക്കളെ നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തന്നാൽ വിജയം നമുക്കായിരിക്കും. ഇക്കാര്യങ്ങളെല്ലാം ദൈവവചനത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. നമുക്ക് കാണാൻ സാധിക്കും,
ഈ ഇസ്രായേൽക്കാർക്കെതിരെ വന്ന് വലിയ ജനസമൂഹത്തെ കർത്താവ് അവരുടെ കയ്യിൽ ഏൽപ്പിച്ചതുകൊണ്ട് ജോഷുവ 10-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള വചനങ്ങൾ വായിച്ചാൽ അമോര്യരെ കർത്താവ് ജോഷുവയുടെ കയ്യിൽ ഏൽപ്പിച്ചു. അതുകൊണ്ട് ഇസ്രായേൽക്കാർ അവരുടെ മേൽ വിജയം വരിച്ചു. 2 രാജാക്കന്മാർ 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, സിറിയക്കാർ വന്നപ്പോൾ കർത്താവ് അവരെ ഇസ്രായേൽക്കാരുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു. അതുകൊണ്ട് ഇസ്രായേൽക്കാർ വിജയിച്ചു. നമുക്ക് ദൈവത്തോടു കൂടെ നിൽക്കുവാനുള്ള തീരുമാനമെടുക്കാം. ആ ദൈവത്തെ നമ്മുടെ ഏറ്റവും വലിയ സൗഭാഗ്യമായി സമ്പത്തായി കണ്ടുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനുള്ളൊരു കൃപയ്ക്കായി ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരുന്ന് ശേഷിച്ച സമയം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ, ദൈവമേ, ദൈവമേ, ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ, ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് വചന വെളിച്ചത്തിൽ ധ്യാനിച്ചതുമായി വളരെ വളരെ പ്രസക്തിയുള്ള ഒരു സമയമാണ് ഈ ആരാധനയുടെ സമയം. ദൈവം നമ്മോടുകൂടെ. ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് സാക്ഷാൽ ദൈവത്തെ, ജീവിക്കുന്ന ദൈവത്തെ, അത്ഭുത പ്രവർത്തകനായ ദൈവത്തെ. ആ ദൈവത്തെയാണ് ഇവിടെ ഈ അൾത്താരയിൽ വിശുദ്ധ കുർബാനയിൽ നമ്മൾ ദർശിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തെ കണ്ടാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന നേട്ടങ്ങളെക്കുറിച്ച് വചന വെളിച്ചത്തിൽ നമ്മൾ ധ്യാനിക്കുകയുണ്ടായി. നമുക്ക് ഏതാനും നിമിഷങ്ങൾ ദിവ്യകാരുണ്യത്തിലേക്കൊന്ന് നോക്കാം. അവനെ നോക്കിയവർ പ്രകാശിതരായി. സങ്കീർത്തനം 34 5-ാമത്തെ വചനം. അവനെ നോക്കിയവർ പ്രകാശിതരായി. നമ്മുടെ ജീവിതത്തിലേക്കും ആ ഒരു പ്രകാശം കടന്നു വരുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിത പ്രശ്നങ്ങളിലേക്ക് കർത്താവ് കടന്നു വരുവാൻ, നമ്മുടെ കുറവുകൾ കർത്താവ് പരിഹരിക്കുവാൻ, നമ്മുടെ ബലഹീനതകളിൽ കർത്താവ് ശക്തി പകരുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ കണ്ടു, കർത്താവ് കൂടെയുള്ളവരുടെ വലിയ വലിയ ആനുകൂല്യങ്ങൾ, അവകാശങ്ങൾ, അതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്കും വരുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജീവൻ നമ്മളിൽ തുടിക്കുന്ന അനുഭവം ഉണ്ടാവും. കർത്താവ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നിശ്ചയമായും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിജയം വരിക്കാൻ സാധിക്കും. പ്രഭാഷകൻ 10-ാം അധ്യായം 5-ാമത്തെ വചനം പറയുന്നുണ്ട്, മനുഷ്യൻ്റെ വിജയം ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ഒരുപാട് പരാജയങ്ങൾ നമ്മൾ രുചിച്ചവരായിരിക്കാം. ഒരുപാട് വേദനകൾ, കഷ്ടപ്പാടുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ടി വന്നവരായിരിക്കാം. ഇപ്പോഴും നമ്മൾ സഹിക്കുന്നവരായിരിക്കാം. അതിനെല്ലാം ഒരറുതി വരും. കർത്താവ് നമ്മുടെ കൂടെ എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ എത്ര ഭാഗ്യപ്പെട്ടവരാണ്. നമ്മുടെ ഉള്ളിൽ കർത്താവ് വസിക്കുന്നു. കൊളോസസ് 1:27 നമ്മൾ കാണുകയുണ്ടായി. നമ്മുടെ പക്ഷത്ത് കർത്താവുണ്ട്. സങ്കീർത്തനം 118 6-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുകയുണ്ടായി. നമ്മുടെ ചുറ്റും, നമ്മുടെ മുകളിലും, നമ്മുടെ താഴെയും നമുക്ക് ചുറ്റും കർത്താവുണ്ട്. കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യം അതിശക്തമായി നമ്മൾ അനുഭവിക്കുന്ന സമയമാണ് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് ദൈവത്തെ ആരാധിക്കുന്ന ഈ സമയം. നമ്മുടെ കരങ്ങൾ ദിവ്യകാരുണ്യത്തിലേക്ക് ഒന്ന് ഉയർത്താം. നമ്മുടെ എല്ലാ അവസ്ഥകളെയും ആവശ്യങ്ങളെയും കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തിക്കൊണ്ട് നമുക്കൊന്നു ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് അങ്ങ് വലിയവനാണ്, അങ്ങ് സർവശക്തനാണ്, സുഖപ്പെടുത്തുന്ന കർത്താവാണ്, അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. അങ്ങാണ് കർത്താവേ ഞങ്ങളുടെ മധ്യ എഴുന്നള്ളിയിരിക്കുന്നത്. അങ്ങയുടെ ആ മഹത്വം കണ്ടുകൊണ്ട് കർത്താവെ, അങ്ങയുടെ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കൈകൾ കൂപ്പാം. ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ നമ്മുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളെയും സമർപ്പിക്കാം. നമ്മുടെ ഹൃദയാഭിലാഷങ്ങളെ സമർപ്പിക്കാം. പ്രഭാഷകൻ 11:21. കർത്താവിന് നമ്മളെ സുഖപ്പെടുത്താൻ, കർത്താവിന് നമ്മെ രക്ഷിക്കാൻ, കർത്താവിന് നമ്മെ സമ്പന്നരാക്കാൻ ഒരു നിമിഷം മതി. അത് ഈ നിമിഷമായിരിക്കട്ടെ എന്നാഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും അവസ്ഥകളെയും
ദിവ്യകാരുണ്യ നാഥൻ്റെ മുമ്പിലേക്ക് ഉയർത്തിക്കൊണ്ട് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുവാൻ ആഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കട്ടെ. കാരുണ്യവാനായ കർത്താവേ, പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് ഈ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം ധ്യാനിച്ചവരാണിവർ. കർത്താവെ, അങ്ങയോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഈ മക്കൾ. ഇവരുടെ എല്ലാ ഹൃദയാഭിലാഷങ്ങളെയും അവിടുന്ന് സാധിച്ചു കൊടുക്കണമേ. ഇവരുടെ എല്ലാ പ്രയാസങ്ങളിലേക്ക്, പ്രശ്നങ്ങളിലേക്ക് കർത്താവെ അവിടുന്ന് കടന്നു ചെല്ലണമേ. ഇവർക്ക് വേണ്ട സൗഖ്യവും വിടുതലും നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും നിങ്ങളുടെ കുടുംബത്തിനും സൗഖ്യവും വിടുതലും വിശുദ്ധീകരണവും നൽകുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ശിരസ്സ് നമിച്ച് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമകാരുണ്യമേ, ഉള്ളിൽ അലിയുവാൻ മരണം